ബിഗ് ബോസ് ഹൗസിലെ പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ജിൻഡോ എന്നുള്ള വ്യക്തി അദ്ദേഹം ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ കളിക്കാൻ കൃത്യമായിട്ട് അറിയാത്ത ഒരാളാണ്, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാൻ അറിയാത്ത ഒരാളാണ്, അവിടെ ആരൊക്കെയോ ദാനം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇങ്ങനെയൊക്കെ ഒരു ധാരണ ബിഗ് ബോസിലുള്ള പല ആളുകളുടെയും മനസ്സിലുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന്. ജിൻഡോയെ ഓരോ നോമിനേഷനിലിടുമ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകൾ എത്രയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്, പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന് എത്ര ഇഷ്ടമാണ് എന്നുള്ളത് ഇത് കാണുന്ന ഓരോ ആളുകൾക്കും പ്രേക്ഷകർക്കറിയാം. എല്ലാ നോമിനേഷനിൽ എത്തിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിന്നിട്ടാണ് അദ്ദേഹം അതിനുള്ളിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത്. അത് ഈ കഴിഞ്ഞ എല്ലാ നോമിനേഷനിലും അങ്ങനെയാണ്. ഒന്നിൽ മാത്രമല്ല, ആരൊക്കെ വന്നു പോയിട്ടും അദ്ദേഹം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാൽ സാർ വന്നിട്ടുള്ള എപ്പിസോഡിൽ അതിന് മുമ്പ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക്, ജിൻഡോയ്ക്കും നോറയ്ക്കും കൂടിയിട്ട്. അത് എനിക്ക് ഓർമ്മ വന്ന് ചിത്രം എന്നുള്ള ലാൽ സാറിൻ്റെ സിനിമയിൽ ലാൽ സാറും രഞ്ജിനി മാഡവും രണ്ടുപേരും കൈ കെട്ടിക്കൊണ്ട്, ഇതൊരു ആചാരമാണ്, കുറേ നേരം ആ കൈ അങ്ങനെ തന്നെ കെട്ടി വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ കെട്ടി വെച്ചിട്ട് അതിൽ കുറേ കോമഡി സീനുകൾ എന്നും നമുക്ക് ഓർമ്മയുള്ളതാണ്. നെടുമുടി വേണു സാറും എല്ലാവരും കൂടിയിട്ടുള്ള കോമഡി സീനുകൾ. അത് അതേപോലെ ആവർത്തിക്കാനായിട്ട് ഇവർക്കൊരവസരം കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. രണ്ടുപേരുടെയും കൈ കെട്ടി കുറേ നേരത്തേക്ക്, അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്ന അത്രയും സമയത്തേക്ക് കൈകൾ അഴിക്കരുത് എന്നായിരുന്നു റൂള്. വളരെ മനോഹരമായിട്ട് കുറേ തമാശകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗെയിമാണെന്ന് എല്ലാവർക്കും തോന്നി, എല്ലാവരും അത് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ നടന്നത് നേരെ തിരിച്ചാണ്. നോറ എന്നുള്ള കണ്ടസ്റ്റൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാലും അതിൽ പിടിച്ച് വല്ലാതെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കയറി ചൂടായി അതേ ഒരു കാര്യം തന്നെ ഇവിടെ ആവർത്തിച്ച് ജിൻഡോയെ കുറേ ചീത്ത പറഞ്ഞ് എൻ്റെ കൈ വേനിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളി കൂട്ടിയതല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ലാലേട്ടൻ വന്നപ്പോൾ സംസാരിച്ചത്. ലാലേട്ടൻ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, പക്ഷേ അത് നിങ്ങൾക്ക് ഇതിലും മനോഹരമാക്കായിരുന്നു. ഇപ്പോൾ മനോഹരമെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താ കാണിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഫുൾ കുറ്റം ജിൻഡോയുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നോറ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ കൈ കെട്ടിവെച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കാൻ പോയി, ഇദ്ദേഹം എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് കൈ വലിച്ചതും, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു, അത് കാരണം എനിക്ക് കോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതിനോട്, അദ്ദേഹം വളരെ മോശമായിട്ട് ആ ഗെയിമിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഉടനെ തന്നെ ജിൻഡോ ചാടി എഴുന്നേറ്റു. ജിൻഡോ പറഞ്ഞു, സിഗരറ്റ് വലിക്കാൻ പോയി എന്നാണ് നോറ പറയുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കൊന്നും പറയാനില്ല, സാർ ആ വീഡിയോ എടുത്ത് നോക്കിക്കോ, ലാലേട്ടനോട് പറഞ്ഞു. ലാലേട്ടൻ ആ വീഡിയോ എടുത്ത് നോക്കിക്കോ, ലാലേട്ടൻ അതിൽ കാണാമല്ലോ, ഞാൻ ആ ഭാഗത്തേക്ക് പോലും പോയിട്ടില്ല, സിഗരറ്റ് വലിക്കുന്ന ആ ഭാഗത്തേക്കേ ഞാൻ പോയിട്ടില്ല. സിഗരറ്റ് വലിക്കണമെന്ന് ഞാൻ പറഞ്ഞു, അത് ഇദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്യാൻ ചെയ്തതാണ്, ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ കൂടെ വെറുതെ നടന്ന് കൈ വേനിക്കുന്നു എന്നല്ലാതെ അദ്ദേഹം വേറെ ഒന്നും ആ ഗെയിമിൽ പങ്കെടുക്കാനുള്ള താല്പര്യം പോലും പ്രകടിപ്പിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ശുദ്ധ നുണയാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് ഇവരോട് ചോദിച്ചു നോക്കൂ എന്നും പറഞ്ഞു. അതിലുള്ള ചില വ്യക്തികൾ പറഞ്ഞു നോറ പറഞ്ഞത് തെറ്റാണ്, അദ്ദേഹം സിഗരറ്റ് വലിക്കാനും പോയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞോടുകൂടി നോറ ആകെ ചമ്മി നാറുന്ന ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം നോറയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ആകെ ദേഷ്യം പിടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ. മറ്റാളുകൾ എല്ലാവരും ജിൻഡോയെ ആക്രമിക്കാൻ കിട്ടുന്നൊരു അവസരം മുതലെടുക്കുമെന്നാണ് നോറ വിചാരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം കളി നേരെ തിരിഞ്ഞു. ജിൻഡോ ഒന്നും പറഞ്ഞില്ല. ജിൻഡോ പറഞ്ഞു, ക്യാമറ നോക്കിക്കോളൂ, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ക്യാമറയാണ് തെളിവ്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അതിനുശേഷം ഹൻസിബ വന്ന് സംസാരിച്ചു. ഹൻസിബ പറഞ്ഞു, കുറച്ച് നേരം ആ വെയിലത്ത് പോയിട്ട് കുറച്ച് പുഷപ്പ് എടുക്കാൻ ശ്രമിച്ചു, പുഷപ്പ് എടുത്തു, അല്ലെങ്കിൽ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു അവിടെ വെയിലാണ്, അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കയറി പോന്നു. അതല്ലാതെ മൂപ്പരെ സിഗരറ്റ് വലിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോയിട്ടില്ല. നോറയാണ് ഒരു തരത്തിലും സഹകരിക്കാത്ത രീതിയിൽ ഈ ഗെയിമിനോട് ഒരു രീതിയിലുള്ള സഹകരണം കാണിക്കാതിരുന്നത് എന്നാണ് ഞങ്ങൾക്കും തോന്നിയത് എന്ന് ഹൻസിബ കൂടി പറഞ്ഞപ്പോൾ നോറ ആകെ ചമ്മി നാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിൻഡപ്പം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും.